ഈ സത്യം ഒരുപക്ഷെ നിങ്ങളെ ഞെട്ടിച്ചേക്കാം. നിങ്ങളുടെ തലച്ചോറ് ഒരിക്കലും നിങ്ങളെ സന്തോഷം ആഗ്രഹിക്കുന്നില്ല. പലരും പറയാറുണ്ട്, ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? സന്തോഷം ഒരു ആഗ്രഹമായി മാത്രം പോവുകയാണ്. നിങ്ങളുടെ തലച്ചോറ് നിങ്ങളെ ഹാപ്പി ആവണമെന്ന് യാതൊരു ധാരണയില്ല. കാരണം എന്താണെന്നറിയോ? നമ്മുടെ തലച്ചോറ് അങ്ങനെയാണ്. നമ്മുടെ തലച്ചോറ് ഒരിക്കലും നമുക്ക് സന്തോഷം സമ്മാനിക്കുന്ന ഒരു സാധനമേ അല്ല. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ സർവൈവലിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റമാണ്. നമ്മളെ അതിജീവിപ്പിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ബ്രെയിനിന്റെ ചുമതല. കാരണം നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്തത് കാടുകളിൽ നിന്നാണ്. മനുഷ്യൻ കാടുകളായിരുന്നപ്പോൾ മനുഷ്യനാകെ രണ്ട് ഉദ്ദേശമുള്ളൂ. ഒന്ന്, സർവൈവ് ചെയ്യുക, അതിജീവിക്കുക, വന്യമൃഗങ്ങളിൽ പെട്ടുപോകാതെ അതിജീവിക്കുക. രണ്ടാമത്തത്, ആവശ്യമുള്ള ഭക്ഷണം ലഭിക്കുക. ഇതാണ് ശരിക്കും അനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത്. മനുഷ്യന്റെ ബ്രെയിനും ആദ്യകാലങ്ങളിൽ ഇതേ അനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് ഡെവലപ്പ് ആയ ഒരു ബ്രെയിനാണ്. അതുകൊണ്ട് ഇപ്പോഴും നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത്, നമ്മുടെ ബ്രെയിൻ ശ്രദ്ധിക്കുന്നത് നമ്മൾ എന്തു പഠിപ്പിച്ചോ ആ പഠിപ്പിച്ചത് പ്രവർത്തിക്കുക എന്നത് മാത്രമാണ്. നമ്മൾ പഠിപ്പിച്ചത്, അതായത് നമ്മൾ പ്രോഗ്രാം ചെയ്തത്. നിങ്ങളുടെ ബ്രെയിന് നിങ്ങൾ പ്രോഗ്രാം ചെയ്തത് ഡിസ്കംഫർട്ട് ആണെങ്കിൽ, അസ്വസ്ഥതയിലാണ് നിങ്ങളുടെ ബ്രെയിൻ പ്രോഗ്രാം ചെയ്യപ്പെട്ടതെങ്കിൽ, അസ്വസ്ഥമല്ലാത്ത സുഖത്തിന്റെ ഒരു സ്ഥലത്തേക്ക് നിങ്ങളുടെ ബ്രെയിന് മാറാൻ കഴിയില്ല. അതാകെ അസ്വസ്ഥമാവും. കാരണം അതിന്റെ വിചാരം ഇതാണ് ശരി എന്നാണ്. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഞാൻ ഒരേ ലൈനിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരേ ലൈനിൽ കൂടെ നടന്നെനിക്ക് ശീലമായി. എനിക്ക് പോകേണ്ട വഴിയൊന്നുമല്ല. അപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു, ഹായ് അജിത്തെ, വഴി മാറ്റ്, ദിസ് ഇസ് നോട്ട് ദ വേ, ഇതല്ല നിന്റെ വഴി, നീ വഴി മാറ്റെന്ന് പറഞ്ഞു. ഞാൻ വഴി മാറ്റി. പക്ഷെ ആ വഴി മാറുന്ന എൻ്റെ ബ്രെയിനിന് ഇഷ്ടപ്പെടില്ല. എൻ്റെ ബ്രെയിൻ അവിടെ വല്ലാണ്ട് അലേർട്ടാവും. കാരണം എൻ്റെ ബ്രെയിനറിയാം ഞാൻ ഇന്നലെ വരെ സഞ്ചരിച്ച വഴിക്കല്ല ഞാൻ പോകുന്നത്. മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ഇന്നലെ വരെ പ്രാക്ടീസ് ചെയ്ത ഒരുപാട് ഇമോഷൻസ്, ഇന്നലെ വരെ പ്രാക്ടീസ് ചെയ്ത ശീലങ്ങൾ, ഇന്നലെ വരെ പ്രാക്ടീസ് ചെയ്ത ചിന്തകൾ, ഇതെല്ലാത്തിൻ്റെ ഒരു റിസൾട്ടാണ് നിങ്ങളിന്ന്. അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ സന്തോഷം ഉണ്ടാവാത്തത്. സ്ഥലങ്ങൾ മാറുന്നുണ്ടാവാം, സാഹചര്യങ്ങൾ മാറുന്നുണ്ടാവാം, വ്യക്തികളെ മാറ്റി നോക്കുന്നുണ്ടാവാം, എന്നിട്ടും സന്തോഷം വരുന്നില്ല. കാരണം വളരെ ലളിതമാണ്, നമ്മുടെ ബ്രെയിനിന് സന്തോഷം പരിചയമില്ല. നമ്മളതിനെ പരിചയിപ്പിച്ചത് എന്താണ്? അസ്വസ്ഥതയാണ്, സങ്കടമാണ്, വേദനയാണ്. അത് നിരീക്ഷിക്കുന്ന മുഴുവൻ അത്തരം കാര്യങ്ങളിലായിരിക്കും. അത് തെരഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവൻ അത്തരം കാര്യങ്ങളായിരിക്കും. നിങ്ങളുടെ ബ്രെയിൻ ഒരു സർവൈവൽ മെക്കാനിസം ആണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ. അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്രെയിനിനെ പുതിയ പ്രോഗ്രാംസ് പഠിപ്പിക്കാൻ പറ്റും. അപ്പം പുതിയ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾ സന്തോഷിക്കണം എന്ന് തീരുമാനിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ അവിടെ റിവാർഡ് വേണം. അതിനറിയണം എന്തിനാണ് നിങ്ങളത് ചെയ്യുന്നത്. അതിന് ഇമോഷണലായ റീസൺസ് പഠിപ്പിച്ചു കൊടുക്കണം. ഇന്ന കാരണത്താലാണ് മാറിയേ പറ്റൂ, മാറേണ്ടത് അനിവാര്യമാണ് എന്നൊരു തോന്നൽ അതിനുണ്ടാവണം. അല്ലെങ്കിൽ അത് ആ കംഫർട്ട് സോണിൽ കൂടെ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഇത് പഴയ നമ്മളെ കംഫർട്ട് സോൺ ബ്രേക്കിങ്ങോ അല്ലെങ്കിൽ കംഫർട്ട് സോൺ എക്സ്പാൻഷനോ ഒന്നുമല്ല, മറിച്ച് ബ്രെയിനിന് പുതുതായത് പഠിപ്പിക്കുക. കാരണം ബ്രെയിനിന് എന്താ സംഭവിക്കുന്നത്? ഇല്ലാത്ത സന്തോഷത്തെക്കാൾ പരിചയമുള്ള അസ്വസ്ഥതയാണ് ബ്രെയിനിന് ഇഷ്ടം. പരിചയമില്ലാത്ത സന്തോഷം ബ്രെയിൻ ആഗ്രഹിക്കുന്നില്ല. പരിചയമുള്ളത് എന്താണ്? അസ്വസ്ഥതയാണ്. പരിചയമുള്ള ഏകാന്തതയാണ് ബ്രെയിനിന് ആവശ്യം, പരിചയമില്ലാത്ത സൗഹൃദങ്ങളെക്കാൾ. പരിചയമുള്ള വിഷമങ്ങളാണ് ബ്രെയിനിന് ആവശ്യം, പരിചയമില്ലാത്ത നല്ല മൂഡിനേക്കാൾ. അപ്പോൾ ബ്രെയിൻ ആ പരിചയത്തിൽ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബ്രെയിൻ ഒരു പ്രെഡിക്റ്റീവ് മെക്കാനിസമാണ്. അത് പ്രവർത്തിക്കുന്നത് പഴയതിൻ്റെ ബേസിലാണ്. അതിന് ഒരു AI പോലെ തന്നെയാണ്. നമ്മൾ എന്തൊക്കെയാണോ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇവൻറ്റ്സ് റിപ്പീറ്റ് ചെയ്യും, സംഭവങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യും, അതുപോലെ സാഹചര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യും, സിറ്റുവേഷൻസ് റിപ്പീറ്റ് ചെയ്യും, പല കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. നമ്മുടെ ലൈഫ് ശരിക്കും പറഞ്ഞാൽ ന്യൂറോ സയൻസ് പറയുന്നത് 80% to 90% നമ്മുടെ ചിന്തകൾ റിപ്പീറ്റേഷനാണ്, ആവർത്തനമാണ് എന്നാണ്. ആ ആവർത്തനത്തെ മാറ്റാതെ ബ്രെയിൻ ഒരിക്കലും മാറില്ല. ശക്തമായ റീപ്രോഗ്രാമിംഗ് നടത്തണം ബ്രെയിനിനെ. ബ്രെയിനോട് നമ്മൾ പഠിപ്പിക്കണം, വൈ ഐ വോണ്ട് ടു ബി ഹാപ്പി. ഞാൻ ഹാപ്പി ആയാൽ എന്തൊക്കെയാണ് സംഭവിക്കേണ്ടത്, അതിൻ്റെ റിവാർഡ്സ് എന്താണ്, അത് ഇമോഷണലി വിഷ്വലൈസ് ചെയ്യണം, അത് ഇമോഷണലി ഫീൽ ചെയ്യിക്കണം ബ്രെയിനിനെ. എന്നിട്ട് ബ്രെയിൻ അതിലേക്ക് പിടിച്ചു നടത്തിക്കണം. അതിന് കോൺഷ്യസ് എഫേർട്ട് ആവശ്യമാണ്. നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട ആക്ടിവിറ്റി ഇതാണ്. നിങ്ങൾ ഒരിടത്ത് നിന്ന് കോൺഷ്യസ് ആയി പ്ലാൻ ചെയ്യുക. സന്തോഷത്തിൻ്റെ രീതിയിൽ ഞാൻ പ്രവർത്തിച്ചാൽ എൻ്റെ ബ്രെയിൻ എങ്ങനെയായിരിക്കും, എന്തൊക്കെയായിരിക്കും അവിടെ സംഭവിക്കുക, എന്തൊക്കെ ആക്ഷൻസ് ആയിരിക്കും, എന്തൊക്കെ തോട്ട്സ് ആയിരിക്കും. ഇമോഷൻസിനെ ലെവൽ ചെയ്യുന്ന ഘടകം തോട്ട്സ് ആണ്. തോട്ട്സിന്റെ സപ്പോർട്ടിലാണ് ഇമോഷൻസ് പോകുന്നത്. അപ്പോൾ തോട്ട്സ് അഥവാ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ചിന്തകൾ വളരെ കെയർഫുൾ ആയിരിക്കും. ഒരു മെനു കാർഡിൽ നിന്ന് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം സെലക്ട് ചെയ്യുന്ന പോലെ, നിങ്ങളുടെ ഹെൽത്തിയായ ഒരു ലൈഫിന് വേണ്ടി നല്ല ഭക്ഷണം തിരഞ്ഞെടുക്കുന്ന പോലെ, ഹെൽത്തിയായ ഒരു ജീവിതത്തിന് വേണ്ടി
നല്ല ചിന്തകൾ തിരഞ്ഞെടുക്കണം. നല്ല ചിന്തകൾ എന്തൊക്കെയായിരിക്കണമെന്ന് നമ്മൾ അറിഞ്ഞ് അതിനെ പ്രാക്ടീസ് ചെയ്യണം. ബോധപൂർവം പ്രാക്ടീസ് ചെയ്യണം. വളരെ സിമ്പിളായ ടെക്നിക്ക് ഉണ്ട്. ആന്റണി റോബിൻസ് ഡെവലപ്പ് ചെയ്ത ടെക്നിക്കാണ്. ഒന്നുമില്ല, കയ്യിലൊരു റബ്ബർ ബാൻഡ് കുടുക്കിയിട്ട് അദ്ദേഹം പറയുന്നു. എന്നിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത ചിന്തയാണ് വന്നത്, റെപ്പിറ്റേറ്റീവ് തോട്ട് ആണെങ്കിൽ ഒന്ന് വലിച്ചു വിട്ടേക്കാ റബ്ബർ ബാൻഡ്. നല്ല വേദന ഉണ്ടാവും, പക്ഷേ അത് ബ്രെയിനിന് അലേർട്ടാവും. അങ്ങനെ ബ്രെയിനിനെ ശരിക്കും റിവാർഡ് ചെയ്യും നമ്മൾ കൃത്യമായ പ്രാക്ടീസിങ്ങിലൂടെ, കോൺഷ്യസ് എഫേർട്ടിലൂടെ, കൃത്യമായ ബോധപൂർവമായ പ്രവർത്തനത്തിലൂടെ നമ്മൾ നമ്മുടെ ബ്രെയിനിനെ പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ അതൊരു പുതിയ പ്രോഗ്രാമിലേക്ക് വരും. ഇല്ലെങ്കിൽ ആജീവനാന്തം ആ പഴയ പ്രോഗ്രാമിൽ ജീവിച്ച് നരയിക്കേണ്ടി വരും. നമുക്ക് സങ്കടമായിരിക്കും ലൈഫിന്റെ ചോയ്സ്, ഒരിക്കലും സന്തോഷമാവില്ല. നല്ല സന്തോഷം തിരഞ്ഞെടുക്കാൻ ഇന്ന് തന്നെ നമ്മൾ ശീലിക്കണം. അതാണ് അതിൻ്റെ ശരി.